Assalamu alaikum, welcome to my channel. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്കക്കുരു മിൽക്ക് ഷേക്കിന് വേണ്ടി സിറപ്പ് ഉണ്ടാക്കി എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. 1/4 കപ്പ് ചക്കക്കുരു എടുക്കാം. ഇനി കുക്കറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചക്കക്കുരു അരച്ചെടുക്കാൻ വേണ്ടി 1.5 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാര 4 ഏലക്കായ ഇവ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഈ പഞ്ചസാര ആഡ് ചെയ്തത് ചക്കക്കുരു പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഒരു പാനിൽ 1.25 കപ്പ് വെള്ളം, ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. ഇത് നന്നായി മെൽറ്റ് ആയതിനു ശേഷം ചക്കക്കുരു പേസ്റ്റ് ഇതിലോട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ചെറിയ തീയിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. അതിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇനി ഇത് എത്രയാണോ നമ്മൾ ഇതിൽ ഒഴിച്ച് അതിൻ്റെ പകുതി അളവായിരുന്നാൽ ഇത് റെഡി ചെയ്യും. തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 2 മാസം വരെ ഇത് ഫ്രിഡ്ജിലിരിക്കും. അടുത്തതായി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. മിക്സിയിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പാൽ, ഒരു 4-5 ഐസ് ക്യൂബ്, 1 സ്കൂപ്പ് ഐസ്ക്രീം. ഇനി ഇതിലേക്ക് വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സിറപ്പിൽ തന്നെ അത്യാവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനി ഇത് ജ്യൂസ് അടിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ഗാർണിഷൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഐസ്ക്രീമും കൊക്കോ പൗഡറും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സിറപ്പും മിൽക്ക് ഷേക്കും ഇവിടെ റെഡിയായി. ഇനി എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.